അതിരപ്പിള്ളയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കൂട്ടിലാക്കരുതെന്ന് ഡോക്ടർമാർ. കൂട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ ആന ശ്രമിക്കുന്നത് പരിക്ക് ഗുരുതരമാക്കും. മയക്കുവെടിവെക്കുന്നത് അപകടമാണെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. CCF പ്രമോദ് ജി കൃഷ്ണനും ഡോക്ടർ അരുൺ സക്രിയും എത്തി പരിശോധിച്ച ശേഷം തുടർ തീരുമാനങ്ങൾ എടുക്കും. ആനയെ ചികിത്സിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും വനം വകുപ്പിനാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും DFO ലക്ഷ്മി മീഡിയ വണിനോട് പറഞ്ഞു. മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് കഴിഞ്ഞ മാസം 24-ാം തീയതി വനംവകുപ്പ് പിടികൂടി ചികിത്സ നൽകി വിട്ടിരുന്നു. പക്ഷേ വീണ്ടും ആനയ്ക്ക് അവസ്ഥ ഗുരുതരമായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അതിനെ പിടികൂടണം, ചികിത്സ നൽകണമെന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. മാഡം പിടികൂടണമെന്നാണ്, പക്ഷേ അതിന്റെ അവസ്ഥ പിന്നെയും മോശമായി തുടരുകയല്ലേ? മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 9-ാം തീയതിയാണ് പുഴുവരിക്കുന്ന രീതിയിലുള്ള വീഡിയോകളും ഒക്കെ മാധ്യമങ്ങളിലും വന്നു, നമ്മുടെ നിരീക്ഷണത്തിൽ മനസ്സിലായത്. അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ CCFലേക്ക് അറിയിക്കുകയും വെറ്റിനറി ഡോക്ടേഴ്സ് 3 പേര്, 2 പേര് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, ഇന്നലെ 3 പേരും ഉണ്ടായിരുന്നു. 3 പേര് പരിശോധിച്ചതിൽ ആനയ്ക്ക് ആരോഗ്യസ്ഥിതിയിൽ മീൻസ് അത് ഭക്ഷണവും ഒക്കെ എടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, അതിന്റെ ദൈനംദിന പ്രവൃത്തികളെല്ലാം ആന ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ക്ഷീണം ആനയ്ക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പം ഈ മുറിവിൻ്റേതായിരിക്കാം, അത് നമുക്കറിയില്ല. അതുകൊണ്ട് ചീഫ് വെറ്റിനറി ഓഫീസർ വന്നിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് തുടർ ചികിത്സ എന്ത് നൽകണമെന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കും. ഒരു തവണ മയക്കുവെടി നൽകിയതാണ്, അപ്പോൾ വീണ്ടും മയക്കുവെടിക്കുന്നതിൽ റിസ്ക് ഉണ്ടല്ലോ. റിസ്ക് ഉണ്ട്, അതാണ് ഇന്നലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടത് തന്നെ. കാരണം റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 ആഴ്ച ആയതേ ഉള്ളൂ. ഇനി നമ്മളിത് സെഡേഷൻ കൊടുത്തതിനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ ആനിമലിന് അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു നമുക്കറിയില്ല. അപ്പോൾ അതിന്റെ ഒരു റിസ്ക് ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഈ മസ്തകത്തിലാണ് മുറിവ്. സ്വാഭാവികമായും കൂട്ടിലേക്ക് കയറ്റുമ്പോൾ ആന കൂടും ഇടിച്ചും മറികടക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ സമയത്ത് അത് വീണ്ടും ഒരു വർഷത്തിലേക്ക് കൂട്ടിലിടുമ്പോൾ അതിലൊരു അങ്ങനെ ഒരു റിസ്ക് കൂടി ഇല്ല അവിടെ? അല്ല, ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തുടർ ചികിത്സ നൽകിയില്ലെങ്കിലും നമുക്ക് വനം വകുപ്പ് ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ഇത്. കാരണം ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞാലും ആൾക്കാർക്കത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ചികിത്സ നൽകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അത് ആനയെ പിടിച്ച് ചികിത്സ നൽകുന്നത് മാത്രമേ നമ്മുടെ ഇതിലുള്ളൂ. ഒരു തവണ അന്ന് പ്രത്യേകം അരുൺ സക്രി ഡോക്ടർ പറഞ്ഞായിരുന്നു, ഇത് 1 ടൈം ഇതാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ഷേ വീണ്ടും പുഴുവൊക്കെ വന്നപ്പോൾ അത് മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ. അപ്പം അതിനകത്ത് എന്താണ് നമുക്ക് നോക്കാം. ഡോക്ടർ വന്നിട്ട് ഡോക്ടറിന്റെ അഭിപ്രായം ആരാഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ടുണ്ടെങ്കിലും വനംവകുപ്പ് തയ്യാറാണ്. അതായത് ഇനിയിപ്പോൾ ആനയ്ക്ക് മയക്കുവെടി നൽകാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് സാധിക്കുള്ളൂ. അല്ല, അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ 3 ദിവസം നമുക്കൊരു ഡിലേ വന്നത്. അദ്ദേഹം വന്ന് ഡോക്ടർമാരെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ 3 ദിവസത്തെ നിരീക്ഷണത്തിൽ ആന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഭക്ഷണം എടുക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, എണ്ണീക്കുന്നുണ്ട്, ചെവിയാട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിന്റെ ആ ആരോഗ്യസ്ഥിതി ഫൈനലായിട്ട് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം വന്ന് നോക്കിയതിന് ശേഷം ആനയ്ക്ക് മയക്കുവെടി വെക്കേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടെങ്കിൽ വെക്കുന്നതായിരിക്കും. കോടനാടെ കൂടെ എങ്ങനെയുണ്ടെന്ന് മാഡം ഒരു വട്ടം പോയി കണ്ടതാണ്, അപ്പോൾ അത് ഓക്കെ ആണോ? കോടനാട് കൂട് നമ്മൾ പരിശോധിച്ചതിൽ കൂട് കുറച്ച് യൂക്കാലി സ്പ്ലിറ്റപ്പ് ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ കൂട് അയച്ചു നല്ലതാണ്. അപ്പം അത് ഡോക്ടറിനെ അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ടീം തന്നെയാണ് ഇത് അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹം വന്ന് നോക്കിയിട്ട് ആ സ്ട്രെങ്ത് ഒന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അടിയന്തരമായിട്ട് ആനയും കണ്ടു കഴിഞ്ഞ് ഇതിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നാ പറയുന്നത്. എന്തായാലും ആനയുടെ സ്ഥിതി ആനയ്ക്ക് കഴിയുന്ന നമ്മളാൽ കഴിയുന്ന എല്ലാം ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. എന്തായാലും വനംവകുപ്പ് അത്തരത്തിൽ മാഡം അത് തന്നെയാണ് പറയുന്നത്. എന്നാലും അവർ കഴിയുന്ന രീതിയിലുള്ള ചികിത്സ നൽകും. ആനയുടെ ആരോഗ്യനില കൂടി അതിനൊപ്പം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കോടനാട് കൂടി പരിശോധിച്ച ശേഷം അരുൺ സക്രി സാറടക്കം എത്തിയ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. അഖിൽ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അഖിൽ, എപ്പോഴെത്തും ഡോക്ടർ അരുൺ സക്രിയും സംഘവും? അതിനുശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ? ദിവ്യ, തീർച്ചയായും നമുക്ക് ആദ്യം തന്നെ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് തരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആന വളരെയധികം അവശനാണ്. അതിന്റെ ആ ഒരു ബാക്ക് വശമൊക്കെ താഴ്ന്നിട്ടുണ്ട്. അതായത് അത്രത്തോളം അവശത ആനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി ഭക്ഷണം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും വലിയ രീതിയിൽ അവശത ആനയ്ക്കുണ്ട്. അരുൺ സക്രിയും സംഘവും, അതായത് രാവിലെ 9 മണിയോടുകൂടി തന്നെ അരുൺ സക്രിയും സംഘവും അതോടൊപ്പം തന്നെ DFO അടക്കമുള്ളവർ കോടനാട് എത്തി ആ കൂട് പരിശോധിക്കും. ആ കൂട് പരിശോധിച്ച ശേഷം ഉടൻ തന്നെ, അതായത് മറ്റ് ഒരു പ്രാഥമിക ഒരു പരിശോധന മാത്രമാണ് നിലവിലെ തീരുമാനം. ആ കൂട്ടിൽ തന്നെ ആനയെ നിലനിർത്തിക്കൊണ്ട് മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി ആ കൂട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതായത് ഇനി പുതിയൊരു കൂട് നിർമ്മിക്കുന്നതിലേക്കൊന്നും എന്തായാലും വനംവകുപ്പ് നിലവിൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആനയുടെ നില അത്രത്തോളം അവശമായി തുടരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആന എത്രത്തോളം അവശനാണ് എന്നുള്ള കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളടക്കം കൃത്യമായി കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു തീരുമാനമില്ല. പക്ഷേ വനംവകുപ്പിന് മുമ്പിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ആനയ്ക്ക് ഇനിയും മയക്കുവെടി നൽകാൻ കഴിയുന്ന ആരോഗ്യ സ്ഥിതി ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഏറ്റവും പ്രധാന വെല്ലുവിളിയും എന്നാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അത്രത്തോളം അവശനാണ് ആന എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം അവശത ആന അനുഭവിക്കുമ്പോൾ ആനയ്ക്ക് മയക്കുവെടി നൽകാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടോ? അത് തന്നെയാണ് ആ DFOയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്തത്.
ആനയുടെ നിലയ്ക്ക് ആനയ്ക്ക് മയക്കുവെടി നൽകാൻ കഴിയുന്ന സ്ഥിതിയാണോ, അതൊക്കെ എന്തായാലും അരുൺ സക്രയും ഒപ്പം തന്നെ CCF ആയിട്ടുള്ള പ്രമോജി കൃഷ്ണൻ, അത് ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ ആനയുടെയും ദൗത്യ സമയത്ത് ഇവിടേക്ക് എത്തുന്നത്. അതായത് CCF തലത്തിലുള്ള ആളുകൾ പോലും എത്തുന്നു. അത്രത്തോളം വനംവകുപ്പ് അതിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും CCF ഇവിടേക്ക് എത്തും, അല്പസമയത്തിനകം CCF ഇവിടേക്ക് എത്തും. പിന്നാലെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതായത് ഈ പരിശോധിച്ച ശേഷം CCFും അരുൺ സക്രയും പരിശോധിച്ച ശേഷം ആനയ്ക്ക് മയക്കുവെടി നൽകാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയാണെങ്കിൽ എത്രയും വേഗം മയക്കുവെടി നൽകും. ഈ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആനയെ മയക്കുവെടി നൽകി ലോറിയിൽ കയറ്റി കൊണ്ടുപോകണമെങ്കിൽ ഇതിന്റെ ആവശ്യം, അതായത് ഈ കുങ്കിയാനകളുടെ സഹായമൊക്കെ തേടേണ്ടി വരും. അപ്പോൾ കുങ്കിയാനകളെ വയനാട് നിന്നും എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വേഗത്തിൽ ആനയ്ക്ക് ഈ ചികിത്സ നൽകേണ്ടതുണ്ട്. കാരണം ആനയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് ആനയ്ക്ക് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു കഴിയുന്ന തരത്തിലുള്ള എല്ലാ ചികിത്സയും നൽകിയിരുന്നു. മുറിവ് ആഴത്തിലുള്ളതാണ്, വലിയ ഒരു ഹോളായി തന്നെ മുറിവ് മാറിയിരിക്കുന്നു എന്നൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരുപക്ഷെ മാറും, അതായത് ഉണങ്ങുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു വനംവകുപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും അരുൺ സക്രിയ സംഘം എത്തിയതിന് പിന്നാലെയായിരിക്കും തുടർ തീരുമാനം.